ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ തിരക്കേടില്ല, ഉറക്കമില്ലാത്തൊരു രാത്രിയും കൂടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു. രാവിലെ എനിക്ക് നടക്കാൻ ഇറങ്ങിയതല്ല കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ കാര്യമായി ഗ്രോസറീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ആൽബർട്ടൈനിൽ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മേടിക്കാം. വിഷ്ണുവിൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് 2 ദിവസം മുന്നേ. അപ്പോൾ മോനും ഉണ്ട്, പ്രതുവേട്ടനും ഉണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ്. എല്ലാവർക്കും രാത്രി നല്ല ഉറക്കമുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് അവർ എണീക്കുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഉറക്കമില്ലാത്ത ഈ സമയം നമുക്ക് ഉപകാരപ്രദമായി ബലപ്പെടുത്താം, ഉപകാരപ്രദമായി വിനിയോഗിക്കാം. അങ്ങനെ വിനിയോഗിക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ അടുത്തുള്ള ആൽബർട്ടൈനിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസും കുറച്ച് സോസേജസും ഒക്കെ വാങ്ങി ചെറിയൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അവർ എണീക്കുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അയ്യോ, പറയാൻ മറന്നു. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് ചെറിയ കാറ്റൊക്കെ ഉള്ള നല്ല രസമുള്ള ഒരു വെതർ കേട്ടോ. പുറത്ത് കുറച്ചു നേരം നടന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ ഭയങ്കര ചൂടായിരുന്നു. ഇന്നും ഇന്നലെയും ഒന്നും ആയിട്ട് അത്ര ചൂടില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഈ രാവിലെ സമയങ്ങളിൽ തൊണ്ടയ്ക്കൊക്കെ പറ്റുമല്ലോ. ഈ രാവിലെ സമയങ്ങള് പൊതുവെ ആൽബർട്ടൈനിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. എല്ലാവരും ഷോപ്പിങ്ങിന് വരുന്ന സമയമാണ്. ഞാൻ ഈ ഉറങ്ങാതെ ഒരു സോംബി ആയി തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. മുഴുവൻ ഗർഭത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ സഞ്ചേട്ടൻ നാട്ടിൽ പോവുകയാണ് ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 ഫോട്ടോഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. എന്തൊക്കെ ഡ്രസ്സ്, അതിനെന്തൊക്കെ ജ്വല്ലറി, അതിനെങ്ങനെ മേക്കപ്പ്, എവിടുന്ന് ഷൂട്ട്, എന്ത് പോസ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അത് തലയിൽ കിടന്ന് വർക്ക് ചെയ്താൽ തോന്നുന്നു എനിക്ക് ഉറക്കുന്ന കാലത്ത്. ചെറിയ ബാസ്ക്കറ്റ് മതി കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാമല്ല, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഐറ്റം മാത്രം മേടിക്കാം. നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ പോംഗ്രനേറ്റും മാംഗോയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരു താളത്തിൽ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ. ഇതെനിക്കൊരു സേവറായിരുന്നു. കാരണം എനിക്ക് പ്രഗ്നൻസിയിലെ ഇടയിൽ അയൺ ഭയങ്കരമായിട്ട് കുറഞ്ഞ് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. വൈറ്റമിൻ സിയുടെ ഒപ്പം നമ്മൾ അയൺ ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ അബ്സോർപ്ഷൻ കൂടുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന ഒരു ചെറിയ ബോട്ടിലുണ്ട്, ഒരു ഗ്ലാസിൻ്റെ ഒക്കെ എത്ര ക്വാണ്ടിറ്റി ഉള്ളത്. അതിൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്ത് അതിൻ്റെ ഒപ്പമായിരുന്നു ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നത്. ആ ഇടയിൽ അയൺ കുറഞ്ഞ സമയത്തെ എനിക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്രയും എവിഡൻ്റ് ആയിരുന്നു ഞാൻ, അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം പിന്നെ എല്ലാം ബെറ്ററായി. നമ്മൾ ഇടയിൽ പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തായിരുന്നു, അയണൊക്കെ കാച്ചപ്പ് ചെയ്തു. പക്ഷേ ടോപ്പിക് ഇത് ചെറുതായിട്ട് മാറിപ്പോയല്ലോ. കമ്മിങ് ബാക്ക് ടു ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളൊരു പാക്കറ്റ് സോസേജും അതേപോലെ തന്നെ ബേക്കണും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആൽബർട്ടൈനിൽ രാവിലെ തിരക്കുണ്ടെന്ന് പറയുകയാണെങ്കിലും ഇവിടുത്തെ ഒരു പോപ്പുലേഷനും കാര്യമൊക്കെ വെച്ചിട്ടുള്ളൊരു തിരക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണേ. ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു ആൽബർട്ടൈൻ ടൈമിംഗ് ആണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ബ്രെഡും മഷ്റൂംസും ഒക്കെ വാങ്ങി നമുക്കിനി ബില്ല് ചെയ്ത് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് വിളി വന്നായിരുന്നു കേട്ടോ. വിഷ്ണു എണീറ്റു. അപ്പോൾ രാവിലെ നമുക്ക് 2 പേർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഈ ആൽബർട്ടൈൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. കഷ്ടി 1 കിലോമീറ്റർ ഇല്ല, ഒരു 850 മീറ്ററോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഇങ്ങനെ എല്ലാ ഓരോരോ കിലോമീറ്ററിലും ഒരു ആൽബർട്ടൈൻ ഉണ്ടാവാറുണ്ട് പൊതുവെ. ആരൊക്കെ എണീറ്റിട്ടുണ്ട്. വിഷ്ണു ഗുഡ് മോർണിംഗ്. എന്താ അനന്തശയനോ? 10 മണിയായി. ഏറ്റവും കൂടുതൽ 8 കാലികളുള്ള ഒരു രാജ്യമാണ് നെതർലൻഡ്സ് എന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ ഇവര് എവിടുന്നൊക്കെ ഇറങ്ങാന്ന് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും 8 കാലിയുടെ വലിയും 8 കാലിയാണ്. വലിയ 8 കാലല്ല കേട്ടോ, ഈ കുഞ്ഞ് 8 കാലി ഉണ്ടാവില്ലേ, ചെറിയ കാറായിട്ടുള്ളത് അത്. അപ്പൊ 8 കാലികളെ പിടിക്കലാണ് ഇപ്പത്തെ എൻ്റെ റീസെന്റ് എന്റർടൈൻമെന്റ്. അപ്പോൾ അധികം സമയം കളയാതെ ഈ ഐറ്റം എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാം കേട്ടോ. ശരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ പ്രോസസ്ഡ് മീറ്റ് ഇല്ലേ, അതായത് ഈ സോസേജും ബേക്കണൊന്നും അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഫുള്ളി കുക്ക്ഡായിട്ട് വല്ലപ്പോഴും കഴിക്കാം എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഞാൻ 1 തവണയോ 2 തവണയോ എന്തോ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അതും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. ഇന്നും നമ്മൾ പ്രോസസ്ഡ് മീറ്റിൽ ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രൂട്ട്സിലും അതേപോലെ തന്നെ മഷ്റൂമിലും ബ്രെഡിലും ഒക്കെ ഫോക്കസ് ചെയ്യാം. വൈറ്റ് ബ്രെഡ് മാത്രം ബെസ്റ്റ് ഓപ്ഷനൊന്നും അല്ല, പക്ഷെ ഇന്ന് വേറെ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വൈറ്റ് ബ്രെഡ് കഴിക്കുന്നു. വിഷ് ഗുഡ് മോർണിംഗ്. നമ്മൾ ബാത്റൂമിലെ വാഷ് ബേസിൻ പൊട്ടിച്ചായിരുന്നല്ലോ. ആ നാടകത്തിന് ശേഷം ഇന്നലെ ഇറങ്ങിയേറിയ അടുത്ത നാടകം കിച്ചണിലെ ടൈൽസ് പൊട്ടിക്കൽ. ഇത് ഇന്നലത്തെ വിഷ്ണുവിൻ്റെ കലാപരിപാടിയാണ്. ഈ ഇരിക്കുന്ന വുഡൻ ചോപ്പിംഗ് ബോർഡില്ലേ, അത് നിലത്തോട്ട് വീണ് ഇന്നലെ ഇവിടെ
ഇത് പൊട്ടിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് താൻ എല്ലാം തല്ലി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാലഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അന്ന് ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും അവിടെ വെച്ചിട്ട് നമ്മൾക്കൊരു ബാർബിക്യൂ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അതിനുണ്ടാക്കിയ സമ്മർ സാലഡാണ് ഇത്. ഇതിൽ മാംഗോയും പിന്നെ കക്കരിക്ക, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഒരു മോർണിംഗ് സാലഡ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാംഗോയും പോംഗ്രനേറ്റും ലെമണും കൊറിയാൻഡറും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് പൊതുവേ സാലഡ്സ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും സാലഡ് ജീവിതത്തിലോട്ട് കടക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാലഡാണ് കേട്ടോ. ഒട്ടും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. പൊതുവേ ആ ഒരു മാങ്ങയുടെ ടേസ്റ്റൊക്കെ കൂടുതൽ നിൽക്കുകൊണ്ട് നല്ലൊരു ഗുഡ് ഫീലാണ് അത് കഴിക്കുമ്പോൾ. ഒരു റിഫ്രഷ്ഡ് ഫീലാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ദേ എണീറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നമുക്കിവിടെ ഓണായി. നമ്മുടെ ജെൻഡർ റിവീൽ വീഡിയോയിൽ നിങ്ങൾ ആരുഷിനെയും വിധുവിനെയും എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് വിധു, വിഷ്ണുവിൻ്റെ സിസ്റ്റർ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 2-2.5 കൊല്ലം മുന്നേ ആട്ടോ അവർ ജർമ്മനിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ അവർ പൂനെയിലായിരുന്നു. ജർമ്മനിയിലെ ഹാനോവർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് അവർ ആദ്യം വന്നത്. ഇപ്പം ജോലി മാറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അവർ സിറ്റി ഒന്ന് മാറിയിട്ടോ. അവരിപ്പോൾ ബെർലിനിലാണ്. അതായത് ഇപ്പം നമുക്കിവിടുന്ന് ദൂരം കൂടി. ഹാനോവർ ആകുമ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറേ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു 10-12 മണിക്കൂറായിട്ടുണ്ട്. പക്ഷേ എന്നാലും ബെർലിൻ നല്ല അടിപൊളി സിറ്റിയാണേ. ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാം. ഇവിടെ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഇവിടെ സമ്മർ വെക്കേഷൻ വരുന്നത് കേട്ടോ പിള്ളേർക്ക്. ആ ഒരു സമയത്താണ് പൊതുവേ പേരൻസ് എല്ലാവരും നാട്ടിൽ പോവുക. കാരണം കുട്ടിക്ക് എന്നാൽ അധികം ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ ക്ലാസ്സിനും ഗ്രൂപ്പ് എന്ന് കേട്ടോ പറയുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ കൊണ്ട് ലീവ് എടുപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമുക്ക് സ്കൂളിൽ നിന്ന് കൺസെൻറ്റും കാര്യങ്ങളും ഒക്കെ വേണം. അതുകൊണ്ടൊരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻസ് അധികം ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്ത് സമ്മർ വെക്കേഷൻ 6 ആഴ്ച കിട്ടും. ആ സമയത്താണ് പൊതുവേ നാട്ടിൽ പോവുക. അപ്പോൾ ആരുഷിനും വെക്കേഷൻ ആയതുകൊണ്ട് വിധു നാട്ടിൽ പോവുകയാണ്. നമ്മുടെ ഡെലിവറി സമയത്ത് ഇവരിവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് അവരൊരു മിന്നൽ വിസിറ്റ് ഇപ്പം നടത്തിയത്. കുറച്ചായി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, കുറച്ച് സമാധാനത്തിൽ നിൽക്കാൻ വേണ്ടി. പക്ഷേ ഇവർ സിറ്റി മൈഗ്രേറ്റ് ചെയ്യുന്ന തിരക്കും അവിടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കലും എല്ലാം കാരണം അവരും തിരക്കായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാരണം നമ്മളും കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ നീണ്ടു പോയി ദേ ഇന്ന് വരെ എത്തി. ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും വിഷ്ണുവിൻ്റെ ഭാഗം ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. എങ്ങനെയാണ് ഡിഷ് വാഷറിൽ പ്രോപ്പർലി നമുക്ക് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും പറ്റുക എന്നുള്ളത്. അങ്ങനെ വിധുവിനും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് പോയതിനു ശേഷം വൈശാഖ് സാർ അതിലൊരു എക്സ്പേർട്ടായി എന്നുള്ളത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ കാര്യമായ കുക്കിംഗ് ഒന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലെ പല ഇമ്പോർട്ടൻറ്റ് സംഗതികളും ഇതിൽ മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആരുഷ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. പാത്രങ്ങളെല്ലാം ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അവൻ ഭയങ്കര വില്ലിംഗ് ആയിട്ട് വന്നതായിരുന്നല്ലോ. അതുകൊണ്ട് ഹെൽപ്പ് ഞാൻ നിരസിച്ചില്ല. കുറച്ച് പാത്രം ഞാനും അവനും കൂടെ തന്നെയാണ് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്തെടുത്ത്. റോസ് ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് നമ്മൾ ടേബിളൊക്കെ നല്ല വൃത്തിക്കുക അല്ലെങ്കിൽ ഭംഗിക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. മുന്നേ ഞാൻ കുറച്ചൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഇൻസ്പിറേഷൻ ഉണ്ട് റോസിൻ്റെന്ന്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ടേബിളെല്ലാം അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ടേബിൾ റണ്ണർ വാങ്ങിക്കണം. ഞാനൊരു 2 എണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല. അതൊന്ന് നമുക്ക് നോക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഞാൻ എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തൊക്കെയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാംഗോ പോംഗ്രനേറ്റ് സാലഡ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, പിന്നെ ചെറിയ തോന്നുന്നു, പിന്നെ സോസേജ് ഉണ്ട്, വൈറ്റ് ബ്രെഡ് ഉണ്ട്, സ്ക്രാമ്പിൾഡ് എഗ്സും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ പിന്നെ നമുക്കിനി കഴിച്ചു തുടങ്ങിയാലോ. ആരുഷ് ഇന്ന് നല്ല കുട്ടിയായിട്ടാണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നതെന്ന് കണ്ടോ. ഞാനും ആരുഷും ആക്ച്വലി വളരെ കുറച്ച് സമയമാണ് കേട്ടോ ഒപ്പം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മുടെ കല്യാണം കഴിയുന്ന സമയത്തായിരുന്നു വിധു പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ നാട്ടിലായിരുന്നല്ലോ ഏകദേശം ഒരു 3 കൊല്ലത്തോളം. അപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അന്ന് ആരുഷ് ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുക എന്നുള്ള രീതിക്കൊക്കെ ആയത്. പക്ഷെ എന്നാലും അവൻ എന്നോട് കാണിക്കുന്ന അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, എന്നെ ഇടയ്ക്ക് സർപ്രൈസ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ പറയില്ലേ നല്ല സ്നേഹമുള്ള കുട്ടിയാന്ന്. ആ ഒരു കാറ്റഗറിയാണ് ആരുഷ്. ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ് അവന്. നിങ്ങൾ ഇതുവരെ ഈ സാലഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊതുവേ വിധുവിനും പ്രതുവേട്ടനൊന്നും സാലഡ്സ് അത്ര ഇഷ്ടമല്ല. അവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ഇനി ലഞ്ച് വേണ്ട, ഇനി വൈകുന്നേരം നാളെ നിങ്ങൾ പോയിട്ട് ഉണ്ടാക്കണല്ലോ. കഴിഞ്ഞു. അങ്ങനെ വിഷണോ വിഷ്ണുവും വിധുവും തമ്മിൽ ഏകദേശം ഒരു 3-3.5 വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. വിഷ്ണു കാണാൻ അമ്മേനെ പോലെയും വിധു കാണാൻ അച്ഛനെ പോലെയാണ്. ഇവർ തമ്മിൽ ചായ ഉണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്ക് ഇത്ര നേരമില്ലാത്തൊരു ക്ഷീണം വയറ് നിറഞ്ഞപ്പോൾ വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞില്ലേ കഴിഞ്ഞ 3 ദിവസമായിട്ട് എൻ്റെ ഉറക്കം അത്ര ഗുഡായിരുന്നില്ല.
അപ്പോൾ കുറച്ച് നേരം ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഡൂയിങ് ആരുഷ്? Just making Bubbles? bubbles, but how you need a bubble? Where is your socks? Socks വേണ്ട. Socks വേണ്ടേ? ആരുഷിന് ഒരു ബബിൾ ഗൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കളിക്കാൻ വേണ്ടി അവൻ ഗാർഡനിലോട്ട് ഇറങ്ങിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രേപ്സും ആപ്പിളും പെയറും എല്ലാം ഇവിടെ റെഡി ചെയ്ത് കാരണം ഞാൻ എല്ലാം അവന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇത്തവണ സാധാരണക്കാളും ഒരുപാട് ഗ്രേപ്സ് ഉണ്ടായിട്ടുണ്ട്. ഗ്രേപ്സ് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ സമ്മറിൽ ഇവിടെ ആപ്പിളിനൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ മുകളിൽ ഒരു കുത്തുപോലെ. ആൻഡ് ആപ്പിളിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു. പക്ഷേ ഇത്തവണ നല്ല തക്കുട് കുട്ടൻ വലിയ ആപ്പിളായിട്ടാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഗാർഡൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ് കേട്ടോ. ഏകദേശം ഒരു 3 ആഴ്ച മുന്നേ എന്തോ ആണ് വിഷ്ണു നന്നായിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വിഷ്ണുവിന് ബാക്ക് പെയിൻ വന്നത് കാരണം തൽക്കാലം നമ്മളൊന്ന് ചവിട്ടാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജ് ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങുന്നില്ല എന്നും വിചാരിച്ചു. ഇവിടെ ഗാർഡനേഴ്സിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ചൊരു പണിയാണ്. അപ്പോൾ നമ്മൾ 1-2 ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. എനിക്ക് അമ്മയും അച്ഛനും വരുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനുള്ളൊരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു ഗാർഡൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറയായിരുന്നു, അച്ഛൻ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ തരും, ഇതാ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഈ ഗാർഡൻ ഫുൾ അച്ഛനെ ഏൽപ്പിക്കണം. കഴിഞ്ഞ തവണ അവർ വന്നപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 മാസം 1.25 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ കുറേ ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരെ കുറേ സ്ഥലം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുവന്നതായിരുന്നല്ലോ. ഇത്തവണ 3 മാസം ഇവിടെ നിൽക്കുമ്പോഴൊക്കെ അവർക്ക് ബോറടിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. ഒരു 1.5 മണിക്കൂറൊന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഉറങ്ങി എണീറ്റപ്പോൾ എനിക്കിത് വാട്ടർമെലൺ ജ്യൂസൊക്കെ റൂമിലെത്തിയിട്ടുണ്ട്. നല്ലൊരു ഉറങ്ങാനുള്ളൊരു ശ്രമമായിരുന്നു, കുറച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 1 മണിക്കൂർ നന്നായിട്ട്, 1 മണിക്കൂറൊന്നും പറയാൻ പറ്റുമെന്ന് അറിയില്ല, ആദ്യത്തെ കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങി. പക്ഷെ അതിനുശേഷം ഒരു ഹാലൂസിനേറ്റഡ് ഉറക്കമായിരുന്നു. ഉറക്കത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ അൽക്കട ബർത്ത്ഡേ ആണ് കേട്ടോ. കഴിഞ്ഞൊരു 7-8 കൊല്ലമായിട്ടുള്ളതുപോലെ തന്നെ ഈ ഒരു വർഷവും ഞാൻ അവളെ ഓൺ ടൈം വിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിളിച്ച് എണീറ്റുടനെ വിഷ് ചെയ്തു. ഞങ്ങൾ തമ്മിൽ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചു. എന്നിട്ട് എല്ലാ കൊല്ലം അവൾ പറയുന്നത് അവൾ എന്നെ വിഷ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ അവൾ നല്ല കുട്ടിയായത് കാരണം കറക്റ്റ് സമയത്ത് അവൾ എന്നെ വിഷ് ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ട് അവൾ ഓൺ ടൈം വിഷ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ അതൊരു ഹരായി അങ്ങനെ ഓൺ ടൈം വിഷ് ചെയ്യാതിരിക്കല്. അപ്പോൾ യെസ്, ഇനി ഇന്നത്തെ മെല്ലെ മെല്ലെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് കിടക്കാൻ. കുറച്ചൊന്നും ഇറങ്ങിയപ്പോൾ കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് ഡ്രൈൻഡ് ആയതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഇവർ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുന്നുണ്ട്. വിധുവിന് വാച്ചോ എന്തൊക്കെ കാര്യം നോക്കാണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോവാം എന്നാണ് അവരുടെ പ്ലാൻ. ഞാൻ എണീറ്റ് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കി നോക്കട്ടെ. വിഷ്ണു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ എനർജി കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അവർ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ. Leg is here, hands is here, and head is here. Yeah. And mouths here. Mouths here. And eyes. Well. ലഞ്ചിന് വേണ്ടി ചിക്കൻ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും പിന്നെ നമ്മുടെ റൊട്ടിമാറ്റിക് ചപ്പാത്തിയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇവർ പുറത്തു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പുറത്തു പോയി കഴിക്കട്ടെ. ആരുഷിന് ഇത്തവണ വന്നിട്ടേ വലിയ വയറൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ബിഗ് ബ്രദർ ആവാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ ഫുൾ ടൈം എൻ്റെ ഒപ്പം തന്നെയായിരുന്നേ, വയറിങ്ങനെ തൊട്ടും തലോടും ഒക്കെ ചെയ്തിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ ഇത്ര അടുത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, വയറിലെ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ. അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി വിധുവും പ്രദുവേട്ടനും വിഷ്ണുവും ആരുഷും കൂടെ പോയിട്ടോ. ഇപ്പോൾ കുറച്ച് സമ്മർ സെയിൽ നടക്കുന്ന സമയമായത് കാരണം അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരിക്കും. ഇവിടെ അടുത്തുള്ളൊരു ഔട്ട്ലെറ്റിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ച് വാച്ചോ ഡഫിൾ ബാഗ്സോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാൻ, കുറച്ച് കാബ്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു പയറുകഞ്ഞി വെച്ച് കുടിച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ പോയി റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ എനർജിയൊക്കെ ഒന്ന് ശരിയാവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഒതുക്കൽ പരിപാടി ഉണ്ട്, അതൊന്ന് ചെയ്യാം. ഞാനിപ്പോൾ അവരുടെ ഒപ്പം പുറത്തു പോയാലേ ഞാനൊരു സ്പോയിലർ ആയിരിക്കും.
കാരണം അവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒപ്പം ഇങ്ങനെ ആടി 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 നടക്കുമ്പോഴേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഈ ടയർഡ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ എന്തായാലും എന്തിനായി പരിപാടിക്കൊക്കെ നിൽക്കണേ, അവർ പോയി എൻജോയ് ചെയ്ത് പൊളിച്ചു വരട്ടെ. ഞാനിവിടെ റെസ്റ്റ് എടുത്ത് എൻജോയ് ചെയ്യാം. ഒപ്പം കുറച്ച് ഒതുക്കൽ പരിപാടിയൊക്കെ നമുക്ക് ഇന്ന് തീർത്ത് വെക്കാം. ഇന്ന് നല്ലൊരു വെതറാണ് കേട്ടോ, ചെറിയൊരു തണുപ്പുണ്ട്. വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തിരിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഞാൻ ദിവസത്തിൽ ഒരു 4-5 തവണ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് എല്ലാ സാധനവും അതിൻ്റെ പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത്. എന്നെക്കാളും കൂടുതൽ ഇത് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മു ചേച്ചി. അവിടെ 3 പിള്ളേരും കൂടെ ഉണ്ടാകുമ്പോൾ അമ്മു ചേച്ചി ഒരു ദിവസം 8-9 തവണയാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. കാരണം പിള്ളേരുള്ള വീട് ഒരു ഡിഫറെൻറ്റ് വീട് തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഒരു 5-6 മാസത്തിൽ നമുക്ക് ഈ വീടിൻ്റെ ലുക്കൊന്ന് മാറ്റേണ്ടി വരും, ഇതൊന്ന് ചൈൽഡ് പ്രൂഫ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒട്ടും ഒരു കുട്ടിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലല്ല ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി മറക്കേണ്ടി വരും നമുക്ക്. താഴെ നമ്മൾ കൗച്ചിൻ്റെ അടുത്ത് ദേ ഈ ഒരു ക്രിബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ഡൈപ്പർ കാഡിയാണ് ഇരിക്കുന്നത്. കുറച്ച് വേണ്ട കാര്യങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഞാൻ ഈ ഒരു വെയിൽ വെച്ചിട്ടേ എത്രയൊക്കെ നോക്കിയിട്ടും അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല. എന്താണ് ഞാൻ ഈ വെച്ചതിനുള്ള പ്രശ്നം എന്നുള്ളത് ഞാൻ ChatGPT അടുത്തൊക്കെ ചോദിച്ചിട്ടും എനിക്കൊരു പ്രോപ്പർ ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ തോന്നുന്ന അപാകത? ഏതെങ്കിലും രീതിയിൽ എനിക്ക് അതൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ കടയിലൊന്നും കാണുന്നൊരു ഭംഗി കിട്ടുന്നില്ല ഞാനിവിടെ വെച്ച് വന്നപ്പോൾ. നമ്മുടെ പയറുകഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടാണ് പയറുകഞ്ഞി പരിചയപ്പെട്ടത്. എൻ്റെ വീട്ടിൽ വെറും കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രദുവിൻ്റെ അടുത്തോ ഗീതുവിൻ്റെ അടുത്തോ ഒപ്പം പോയപ്പോഴാണ് കഞ്ഞിയും പയറും കൂടെ ഒരുമിച്ചിട്ടിട്ട് പയറ് കഞ്ഞി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായേ. നമുക്ക് കുറച്ച് പയറുകഞ്ഞി കുടിക്കാം. സിങ്കിൽ ഇഷ്ടം പോലെ പാത്രം കിടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എടുത്തു വെക്കാനൊരു മൂഡില്ല. ആദ്യം എനിക്ക് മുകളിൽ കുറച്ച് ക്ലീൻ ചെയ്യാനാണ് തോന്നുന്നത്. അത് ക്ലീൻ ചെയ്ത് വന്നിട്ട് നമുക്ക് താഴെ ഡിഷ് സെറ്റ് ചെയ്യാം. എനിക്കൊരു ഡിഷിലുള്ള റൗണ്ട് ഓൾറെഡി ഡിഷിൽ വെച്ച് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് എടുത്ത് വെച്ചിട്ട് വേണം അടുത്ത റൗണ്ട് കയറ്റാൻ. അപ്പോൾ ആദ്യം പയറുകഞ്ഞി കുടിച്ച് കുറച്ച് എനർജി ഒക്കെ ആയി മുകളത്തെ ക്ലീനിങ് ഒക്കെ ചെയ്ത് മനസ്സിൻ്റെ സുഖമൊക്കെ വന്നതിന് ശേഷം എനിക്കിഷ്ടമില്ലാത്ത ഈ പരിപാടി നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ പയറുകഞ്ഞി. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും പവർഫുള്ളാണ് കേട്ടോ. വിശപ്പ് നന്നായിട്ട് മാറും. അതിൻ്റെ ഒപ്പം ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു 4-5 സ്പൂൺ യോഗേർട്ടും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. നല്ല അടിപൊളി വെതറാണ് കേട്ടോ പുറത്ത്. ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം പണികളിലോട്ട് കിടക്കാമല്ലോ. ഇനി ഞാൻ വെതർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസം മഴ തന്നെയാണ് കേട്ടോ. പക്ഷേ ടെമ്പറേച്ചർ ഭയങ്കര കുറയുന്നൊന്നുമില്ല. ഒരു 18, 20, 22 ഡിഗ്രി നല്ലൊരു ഗുഡ് ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മഴയില്ലാത്ത സമയത്ത് ഗാർഡനിൽ വന്നിരിക്കാൻ ആ ഒരു കാറ്റൊക്കെ ആയിട്ടൊരു രസം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു രസം ഉണ്ടിപ്പോൾ. എനിക്ക് നാട്ടിലായിരുന്ന സമയത്തും ഈ ഒരു സന്ധ്യാസമയമല്ലേ, സൂര്യനൊക്കെ അസ്തമിച്ച് ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ടുള്ളൊരു സമയം, ഒരു 6:15 മുതൽ ഒരു 7 മണി വരെയൊക്കെ കൊതുകടി ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുറത്ത് വന്ന് ഇങ്ങനെ അന്തം വിട്ടിരിക്കാനും നടക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിലും നമ്മുടെ ഗാർഡനിലൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു മീ ടൈമായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ നേച്ചറിന് നമുക്ക് ഭയങ്കര ഒരു ഹീലിംഗ് പവർ ഇല്ലേ. എനിക്കിപ്പോൾ ഭയങ്കര മടിയൊക്കെ തോന്നിയിരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാതെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ TV കാണുന്നതിലോ മൊബൈലിൽ നോക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിലീഫ് ഫീൽ ചെയ്യാറ് ഒന്നെങ്കിൽ ഗാർഡനിലോട്ട് ഇറങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ പോവുക. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു എനർജി തരാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് റിഫ്രഷ്ഡ് ആവുന്നത് പോലെ. അങ്ങനെ കുറച്ച് റിഫ്രഷ്ഡ് ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പണി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കിയുണ്ട്. ആ സൈഡിലിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് കാരണം ഈ റൂമിൽ നിന്നായിരുന്നു റെഡിയാവുന്നത്. അപ്പോൾ എല്ലാം എടുത്തു വെക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കാരണം എല്ലാം വേറെ വേറെ ബാസ്ക്കറ്റ്സിൽ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നൊന്ന് എടുത്തു വെക്കാം. അധിക ദിവസവും നമ്മൾ ഈവനിങ് ആട്ടോ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട 1-2 തീമിലൊക്കെ നമുക്ക് സൺസെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾഡൻ അവറിലാണ് നമ്മൾ ഗോൾഡൻ അവർ ലൈറ്റിങ്ങിലാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഈ വാർഡ്രോബ് 2 സെക്ഷനായിട്ടാണ് കേട്ടോ തിരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ഹാങ് ചെയ്യുന്നത് വിൻ്റർ ക്ലോത്ത്സ് വെക്കുന്നതാണ്, ഈ സൈഡിലുള്ളത് സമ്മർ ക്ലോത്ത്സ് വെക്കുന്നതാണ്. ആദ്യം എൻ്റെ പ്ലാൻ നമുക്ക് വിൻ്റർ ആകുമ്പോൾ വിൻ്റർ ക്ലോത്ത്സ് എല്ലാം എടുത്ത് പെട്ടിയിലാക്കി വെച്ച് ഗരാജിൽ കൊണ്ടുവയ്ക്കാം, സമ്മർ ഇവിടെ ഹാങ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ അതൊരു മെനക്കേടാണെന്ന് പിന്നെ ഞാൻ റിയലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മടക്കി വെക്കുന്നത് കുറച്ച് മടിയുള്ള കാര്യമാണ്. ചുമ്മാ മടി എന്ന് പറയാൻ പറ്റില്ല, എനിക്കതിനൊരു പാറ്റേൺ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മടക്കി വെക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. അതൊന്നൊരു എസ്കേപ്പിസവും കൂടെയാണ് ഞാനിങ്ങനെ ഡ്രസ്സ് ഹാങ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്.
ഈ വാർഡ്രോബിൻ്റെ ഒക്കെ അകത്ത് അത്യാവശ്യം പൊടി വന്നിട്ടുണ്ട്. സമ്മർ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എവിടുന്നാണ് ഈ പൊടി വരുന്നതെന്ന് മനസ്സിലാവില്ല. ജനലും വാതിലൊക്കെ കുറച്ചൊക്കെ തുറന്നിടാറുണ്ട്. പക്ഷെ എന്നാലും ഇത്രമാത്രം പൊടിക്കുള്ള സ്കോപ്പ് ഈ വീട്ടിലുണ്ട് എന്നുള്ളത് സമ്മർ സീസൺ ആകുമ്പോഴാണ് മനസ്സിലാവുക. ഇത് രണ്ടും നമ്മളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ, നമ്മുടെ 3rd ട്രൈമസ്റ്റർ ഫോട്ടോഷൂട്ട്. ഇത് രണ്ടും ഒരേ കളറാണ് ഏകദേശം, പക്ഷെ ഇതിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഈ ഒരു തീമിൽ വരുന്ന ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തു, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത്. അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ ആ എക്സ്പീരിയൻസും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇത് കുറച്ചു നേരം മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ എനിക്ക് അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അതിന്റെ ഒരു ഫ്രഷ്നെസ് പോകുമല്ലോ. അപ്പൊ എനിക്ക് അലക്കാൻ എനിക്ക് തോന്നിയില്ല. കുറച്ചേരം പുറത്തിട്ട് ഉണക്കി അതിന്റെ സ്വെറ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി ഉറപ്പ് വരുത്തി നമുക്കിനി മുകളിൽ കൊണ്ടുപോയി ഹാങ് ചെയ്യാം. എന്നാൽ ഇനി 2-3 തവണയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാലോ. ഡ്രസ്സിന്റെ പ്രശ്നം അതാണ്, നമുക്ക് ആ ഫസ്റ്റ് ഇടുന്ന ആ ഒരു രസം പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുണിക്ക് തോന്നില്ല. അതുകൊണ്ട് ഞാൻ 2-3 തവണയൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടേ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ. ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം ബെഡ്റൂമൊന്നും അത്യാവശ്യം വൃത്തിയാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഒരു ഉറക്കത്തുനിന്ന് ഒരു പ്രത്യേക രീതിയിലാണല്ലോ എണീറ്റത്. പിന്നെയും വന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കി വിരിച്ചിടും കൂടെ ചെയ്യാം. ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബെഡൊക്കെ നല്ല വൃത്തിയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര പോസിറ്റീവ് ഫീലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ബെഡ്റൂംസൊക്കെ നമ്മൾ വിരിച്ച് വൃത്തിയിലിടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നാളെ കഴിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരാൾ വരാറുണ്ടെന്ന് പറയാറില്ലേ, അവർ വരും. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഡസ്റ്റിംഗ് പ്ലാൻ ചെയ്യണം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എന്നാൽ ഈ ബെഡിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഇവിടെ എല്ലാ അതർ ഡേ നമ്മൾ വാക്യൂം ചെയ്യുമ്പോഴും നല്ല പൊടി കാണാം ഇപ്പോൾ ഫ്ലോറിൽ. അതുകൊണ്ട് തന്നെ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പൊടിയൊക്കെ ഇനീഷ്യൽ ഫേസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടൊരു പ്രോപ്പർ ഡസ്റ്റിംഗ് ആണ് ഇത്തവണ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 കൊല്ലമായിട്ട് അവരുടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നു. ശരിക്കും എല്ലാ 3 ആഴ്ചയിലും ഒരിക്കലാണ് അവർ വരാറ്. ഇപ്പം ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് എൻ്റെ ആവശ്യം, എങ്ങനെയൊക്കെയാണ് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അധികം അവരൊരു വൈകുന്നേരം 7 മണി 7:30 സമയത്താണ് വരിക. അപ്പോൾ എല്ലാം കൂടെ ചെയ്ത് തീരാൻ വേണ്ടി ഒരു 7-8 മണിക്കൂർ എടുക്കും. എന്നിട്ട് ചില ദിവസം അവർ രാവിലെ 1 മണി അല്ലെങ്കിൽ 2 മണിക്കൊക്കെ അവർ പോകുന്ന സമയത്ത് അവർ ലോക്ക് ചെയ്ത് കീ അകത്തോട്ടിട്ട് പോവും. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ വിളിക്കുകയും ചെയ്യും. എന്നാലും ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ വളരെ കംഫർട്ടബിളാണ്. എനിക്ക് തോന്നുന്നു 1-2 തവണ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ രാവിലെ ഉറങ്ങും രാത്രി വർക്ക് ചെയ്യും ചെയ്യുന്ന ആളാണ് എന്നാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സെയിൽ നടക്കുകയാണേ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഡെലിവറിക്ക് മുന്നേ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് സെയിൽ നടക്കുന്ന സമയത്ത് മാസമായിട്ട് കുറെ ആൾക്കാർ ഡ്രസ്സും കാര്യങ്ങളും ബാഗും ഷൂസും ഒക്കെ ഓർഡർ ചെയ്യും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ സമ്മർ ആയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് കുറെ വെക്കേഷൻ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പോസ്റ്റ് എന്നൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് വെക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് കിട്ടണം എന്നില്ല. അപ്പൊ ഞാൻ H&M എന്നും ഓൺലിന്നും ബേഷ്കെന്നും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ. എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയാ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, സോറി ഫോർ ദ ഡിലേ, ഇനി ഒരു 2-3 ഡേയ്സ് എടുക്കുന്നൊക്കെ. പക്ഷെ ഡെലിവറി നീണ്ടുപോയതുകൊണ്ടാണോ ഇവർ നേരത്തെ കൊടുത്തതാണോ എന്ന് അറിയില്ല. സാധനങ്ങളെല്ലാം നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇട്ട് കാണിക്കാം കേട്ടോ. ഈ ഒരു വ്ളോഗിൽ പറ്റുമെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് അത്ര എനർജി തോന്നുന്നില്ല. പക്ഷെ ഞാനൊരു ഷോർട്സിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിലോ ഒക്കെ എല്ലാം കാണിക്കാം. നല്ലതാണെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും കൂടെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ തുറന്നു കാണിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം. ഇതൊരു എന്താ പറയുക മുട്ട് വരെ വരുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് മുട്ടിന്റെ താഴെ കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അധികം ഷർട്ട് പോലെ കിടക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സസ് ആണ്. എന്നോട് കുറച്ച് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു സിബാണ് കൂടുതൽ ഈസി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. ഇപ്പം തൽക്കാലം ഞാൻ കുറച്ച് ഫ്രണ്ട് ഓപ്പൺ വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്ക് സിബിനെക്കാളും കുറച്ചും കൂടെ എന്താ പറയുക എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് സിബിലോട്ട് മാറാം. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഡ്രസ്സ്. ഇത് അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും അച്ചു ചേച്ചിയും സുമി ചേച്ചിയും എല്ലാവരും കൂടെ ഗിഫ്റ്റ് ചെയ്തൊരു ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ട് മോസ്റ്റ്ലി ഈ ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമല്ലോ കുഞ്ഞിനെയായിട്ട്, ആ സമയത്ത് ഇതിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അങ്ങനെ ഒരു 2 പേര് ഡ്രസ്സും കൂടെ ഇത് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ.
ഞാനിപ്പോൾ സ്മോളിൽ നിന്ന് പോവുകയും ചെയ്തിരിക്കുന്നു, എന്നാൽ മീഡിയത്തിൽ എത്തും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പല ബ്രാൻഡ്സിനും പല സൈസാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധമില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കവറ് കണ്ടോ രണ്ടും ഞാൻ അവിടെ അതേപോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ. അങ്ങനെ തൽക്കാലം ആ ഒരു ഒതുക്കൽ പരിപാടി തീർന്നു. ഇനി കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. ബെഡ്റൂമിൽ നമ്മളൊരു TV വെച്ചിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ബെഡ്റൂമിൽ TV വെക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഫാസിനേഷൻ ഉള്ള കാര്യമായിരുന്നു. ഇപ്പോഴല്ല, ചെറുപ്പം തൊട്ടേ ബെഡ്റൂമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പല ബെഡ്റൂംസിൽ ഞാൻ TV കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ലിവിങ് റൂമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഫാസിനേഷനായിരുന്നു ബെഡ്റൂമിലൊരു TV. ഇങ്ങോട്ട് മാറിയപ്പോഴും പലതവണ ഞാനത് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, എനിക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യമാണല്ലോ ഈ ഒരു ബെഡ്റൂമിൽ TV. അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു ഗോള് കൊടുത്ത് അത് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ബെഡ്റൂമിൽ TV വെക്കാമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ മാസം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു ഗിഫ്റ്റാണ് ബെഡ്റൂമിൽ ഈ ഒരു TV. ഞാൻ പൊതുവേ അത്ര സിനിമയും TV സീരീസും ഒന്നും കാണുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സിനിമയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ താഴെ 24 മണിക്കൂറും ക്രിക്കറ്റ് ആയത് കാരണം ആ ഒരു സ്വഭാവം എൻ്റെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനി വേണം കുറച്ച് TVയും സീരീസും ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാൻ. സീരീസ് ഞാൻ മനഃപൂർവ്വം കാണാത്തതാട്ടോ, കാരണം അത് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ എനിക്കത് കണ്ട് തീർക്കലൊരു ഹരമാണ്. അപ്പോൾ ഒരുപാട് സമയം അതിൽ പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഒന്ന് ചവിട്ടിക്കുകയാണ് സീരീസ് കാണൽ. അങ്ങനെ ഞാൻ ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ ഈ പാത്രം നിൽക്കുന്നില്ല. വിഷ്ണു വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അതായത് നമ്മുടെ കുറച്ച് എഡിറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കാര്യമായി നടന്നിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്കതൊന്നും ചെയ്ത് തീർക്കണം. ഇപ്പോൾ കുറച്ച് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി തോന്നുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാലാണ് എനർജി ഇല്ലാത്തപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ റെസ്റ്റ് എടുക്കുമ്പോഴും ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എനിക്ക്. തൽക്കാലം നമുക്ക് ഒരു ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ച് നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് കിടക്കാം. ബൂസ്റ്റും കുറച്ച് മസാലക്കടലയാണ് നമ്മളിന്ന് വിശപ്പകറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. മസാലക്കടല ഇഷ്ടമാണോ നിങ്ങൾക്ക്? എനിക്ക് നാട്ടിലെ മസാലക്കടല നല്ല ഇഷ്ടമാണ്. ഇവിടുത്തെ കുഴപ്പമില്ല, ഇടയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ കയറി വരുന്നത് കാണാം. അങ്ങനെ മസാലക്കടലൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഇവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ആരുഷ് എന്നെ അവരുടെ ഇപ്പം ഷോപ്പിങ്ങിന് വരാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ സിക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ഓക്കെ ആണോ നോക്കാൻ വേണ്ടി വന്നിരിക്കുക. വിഷ്ണു പറയുമായിരുന്നു, അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലെറ്റ്സ് ഗോ ബാക്ക്, ഐഷു ഈസ് സിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവനും ഞാനും കൂടി ഒരു മീ ടൈം നോക്കി വന്നപ്പോൾ വിഷ്ണുവും കൂടെ അവിടെ കയറി വന്നത് ഇഷ്ടപ്പെട്ടില്ല. I was just one people. At a time, one people പറ്റുള്ളൂ. Baby. No, it's my baby. No, that's my baby. That's my baby. No, that's my baby. No. That's my baby. No. Get out. No. No. Arush, we shouldn't say get out. You should ask, can you please go out? Can you please go out? Yeah. No. He's not good. He's not going. അങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പോകണം. Can you please go out എന്ന് ചോദിച്ചാൽ താൻ പോകണം. No. ഗെറ്റ് ഔട്ടിക്ക് എത്തിക്കരുത് നമ്മള്. ആയിഷു വരൂ, ലേറ്റ് ആക്കി ശരിയാവില്ല. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ റീചാർജ് ചെയ്തോ, മെസ്സേജ് വന്നോ? ഫെയിൽഡ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അതൊന്നും ഞെട്ടല്ല. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ ആംസ്റ്റർഡാമിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണേ. ഇവരിപ്പോൾ ആക്ച്വലി ഇവിടെ വന്നിട്ട് 2 ദിവസമായി. നാളെ പ്രതുവേട്ടൻ ഇറ്റലിയിൽ പോവുകയാണ്. പുള്ളിക്ക് നാളെ കഴിഞ്ഞിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ഡിന്നർ ആവാമെന്ന് വിചാരിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ട് നമുക്ക് പുറത്ത് പോവാം, കറങ്ങാം, അങ്ങനത്തെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഞാൻ കുറച്ച് ടയർഡാണ്. ഇന്ന് ഞാൻ കുറച്ച് ടയർഡാണ്. 2-3 ദിവസമായിട്ട് ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ഹാലൂസിനേറ്റഡ് ഉറക്കമാണ് എനിക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണമാണ്. ഇന്ന് രാത്രി ഞാൻ വന്നു കഴിഞ്ഞ ഒരു ഉറങ്ങാൻ ശ്രമിക്കില്ല. അതിൽ നമ്മൾ കാച്ചപ്പ് ചെയ്യും തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയിട്ട് ഡിന്നറൊക്കെ കഴിക്കാം. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം കേട്ടോ, ആംസ്റ്റർഡാം സെൻട്രലിലുള്ള. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. ഇന്ന് ഈവനിങ് തൊട്ട് നമുക്ക് 1-2 തവണ ഇങ്ങനെ ഫോൾസ് കോൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. കാരണം ഇപ്പോൾ 37 വീക്സ് കഴിഞ്ഞുവല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഗ്നൻസി ഫുള്ളി മെച്യൂർഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾസ് കോൺട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഫോൾസ് കോൺട്രാക്ഷനും ഒരു റിയൽ കോൺട്രാക്ഷനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാസ്സൊക്കെ എനിക്ക് കഴിഞ്ഞ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫോൾസ് ആണെന്ന് മനസ്സിലായി.
നമ്മളിവിടെ വന്നിട്ട് പഴംപൊരിയും ബീഫും അപ്പവും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൽ നെതർലാൻഡ്സിൽ എന്തൊരു മാറ്റമാണ് ഈ ഒരു കാര്യത്തിൽ വന്നതെന്ന് അറിയോ? തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ അധികം ഇന്ത്യൻ സംഗതികളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അധികം നോർത്ത് ഇന്ത്യൻ ഫുഡും അതേപോലെ തന്നെ ഗ്രോസറീസും ഒക്കെ ആയിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പം നമ്മുടെ കേരള വിഭവങ്ങളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, അടപ്രഥമനൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇത് എല്ലാ വീട്ടിലും നോക്കിയിട്ട് കമന്റ് അടിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. 100 മീറ്റർ നടക്കാറുള്ളൂ, പക്ഷെ ഒരു വീട് മിസ് ചെയ്തിട്ടില്ല. എന്താണ് വിധു? അവിടെ ഉള്ള പൂവ് തന്നെ നോക്കാൻ മനുഷ്യന് സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ 2 മാസം. അതുകൊണ്ട് ഞാൻ എന്തും പറയാം. എനിക്ക് ആരും ഗാർഡനിൽ കമന്റ് ചെയ്യാം. തിരിച്ചു വന്നിട്ട് എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടെന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രിവിലേജസും കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ നമുക്കുള്ളൊരു കാര്യമാണ് നമുക്കിതിൽ ലീവും കാര്യങ്ങളും മെറ്റേണിറ്റി ലീവും ഒന്നുമില്ല. എല്ലാ ഫേസിലും നമ്മൾ വർക്ക് ചെയ്യുക വേണം. അപ്പോൾ ഇന്ന് എനിക്ക് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറച്ച് ജോലികളുണ്ടായിരുന്നു, മാറ്റി വയ്ക്കാൻ പറ്റാത്തത്. നമ്മൾ ചില കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേറ്റർ നമ്മുടെ സിറ്റുവേഷൻ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി അങ്ങനെ മാറ്റി വെച്ച് പോസ്റ്റ്പോൺ ചെയ്ത് എക്സ്ക്യൂസ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തായാലും തിരിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഗുഡ് ഫീൽ ആയിരുന്നു. എന്തായാലും ഒരു 1-1.5 മണിക്കൂർ നമുക്കൊന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീരുമായിരിക്കും. പിന്നെ എന്താണെന്നറിയോ, ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ക്രിയേറ്റീവായിട്ടൊന്ന് ചിന്തിക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി എല്ലാ സമയത്തും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് മൂഡും കൂടെ ബെറ്ററായ സമയത്താണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കുകയാണ്. അവരെല്ലാവരും താഴെ ഇരുന്ന് വർത്താനം പറയുക, TV കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും അവിടെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റ. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ഇന്ന് രാത്രി ഞാനൊരു ഉറക്കമുണ്ട്. ഈ ഉറക്കത്തിൽ കഴിഞ്ഞ 3 ദിവസത്തെ ഉറക്കം ഞാൻ ക്യാച്ചപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ടാറ്റ.